ഇവിടെ ഈ UP സ്കൂളിൽ പോകുന്ന വഴി ഏതാണ്? നേരെ നടന്ന റോഡിൽ കയറാം. അവിടുന്ന് വലത്തോട്ട് തിരിയണം. അപ്പോൾ ഒരു വളവുണ്ട്. വളവ് കഴിയുമ്പോൾ ഒരു പാലം. പാലം കടന്ന് തൊട്ട് താഴെ കാണുന്നതാ പള്ളിക്കൂടം. വലിയ ഉപകാരമായി. വരട്ടെ. സാറാരാ? മനസ്സിലായില്ല. എന്റെ പേര് ഗോപിനാഥൻ. ഞാൻ ഇവിടുത്തെ സ്കൂളിൽ ഒരു പുതിയ സാറാ. എന്താ പേര്? രാജപ്പൻ. വരട്ടെ. ഓ, ഇരിക്കണം. ഗോപി സാറിന് ഇവിടെ ബന്ധുക്കളോ പരിചയക്കാരോ ആരെങ്കിലും ഉണ്ടോ? എനിക്കിവിടെ ആരുമില്ല സർ. ഈ സ്ഥലത്ത് തന്നെ ഞാൻ ആദ്യമായി വരികയാണ്. അപ്പൊ പിന്നെ എവിടെ താമസിക്കും? ഇവിടെ ലോഡ്ജുകളൊന്നുമില്ല. വാടക വീടും കിട്ടാൻ വിഷമമാണ്. ഗ്രാമപ്രദേശമല്ലേ? എന്റെ വീട്ടിൽ താമസിക്കാൻ സാർ നല്ല സൗകര്യമാണ്. ഓ, തന്റെ ഒരു വീട് കിട്ടുള്ളൂ. പോയേ. ഓ, ആ, ഒരു കാര്യം ചെയ്യാം. മറ്റൊരു സൗകര്യം കിട്ടുന്നവരെ സാറിന് അടുത്ത സ്റ്റാഫ് റൂമിൽ താമസിക്കാം. വളരെ സന്തോഷം സർ. ഇതാണ് സ്റ്റാഫ് റൂം. മതി സാർ, ധാരാളം മതി. എന്താ? ഇവനെ ചേർക്കാൻ വന്നതാ. ഇതൊന്ന് പൂരിപ്പിക്കണം സാർ. ആദ്യം അഡ്മിഷൻ തന്നെ നടക്കട്ടെ. അച്ഛന്റെ പേരെന്താ? വികാരി അച്ഛന്റെ പേര് അന്തോണി എന്നാ. പിന്നെ കപ്പ്യാറുടെ പേര് കീവറീത്. കുട്ടിയുടെ അച്ഛന്റെ പേരാ ചോദിച്ചത്. ആ, അപ്പോ എന്റെ പേരാണോ ചോദിച്ചത്? ആ. എന്റെ പേര് ഔസേപ്പെന്നാ. കുട്ടിയുടെ പേരെന്താ? തോമസ്. ശരി, പൊയ്ക്കോളൂ. എന്താ? കുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ വന്നതാ. എന്താ കുട്ടിയുടെ പേര്? ബിന്ദു. കുട്ടിയുടെ അച്ഛന്റെ പേര്? എന്റെ പേര് പോരെ സാർ? കുട്ടിയുടെ അച്ഛന്റെ പേരില്ലേ? അച്ഛൻ? ആ കുട്ടിക്ക് അച്ഛനില്ലെന്ന് വെച്ചോളൂ. ഐ ആം സോറി. എന്റെ പേര് തുളസി. കൊയ്ത്തടത്തിൽ വീട്, തെറയത്തുകര. കുട്ടിയുടെ വയസ്സ്? 5. ഗോപി സാർ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല സർ. ആ സ്ത്രീയെ പറ്റിയാണോ? അവൾ അവിവാഹിതയാണ്, പക്ഷെ ഒരു അമ്മയോ. ആ, എല്ലാരും എത്തിയല്ലോ. ആദ്യമായി ഞാൻ സാറിനെ പരിചയപ്പെടുത്താം. ഇതാണ് പുതുതായി സ്ഥലം മാറി വന്ന സാറ്, മിസ്റ്റർ ഗോപിനാഥ്. സാറ് മുമ്പ് ഇവിടെ ആയിരുന്നു? ഞാൻ കൊല്ലത്തായിരുന്നു. ആഹാ, ഞാൻ വരട്ടെ. ശരി. അപ്പോഴേ സാറിന്റെ ആഹാരക്കാര്യങ്ങളൊക്കെ എങ്ങനാ? ഇവിടെ ഹോട്ടലോ ചായക്കടയോ മറ്റോ ഉണ്ടോ? നല്ല ഹോട്ടൽ വേണമെങ്കിൽ 5 മൈൽ നടക്കണം. ഇവിടെ അടുത്ത് ചെറിയൊരു ഹോട്ടൽ ആൻഡ് ടീ ഷോപ്പ് ഉണ്ട്. കെട്ടിടം മോശം, വലിയ ഷോ ഒന്നുമില്ല, പക്ഷെ സംഗതി ചോറ. മതി. മതി മതി. ഇങ്ങനെയൊക്കെയാ ഇവിടുത്തെ ഊണ്. ഇത് മതി, ധാരാളം.
സുഖമാണോ രാജപ്പ? അതെ സാറേ. സാറ് കുളിക്കാനാണെങ്കിൽ ആ കടവിലോട്ട് ഇറങ്ങിയാൽ മതി. രാജപ്പൻ കുളിക്കാൻ വരുന്നു. ഞാൻ കുറച്ച് കഴിഞ്ഞേ ഉള്ളൂ. സാറ് ചെന്നാട്ടെ. ഇന്നോ ഞാനേ പുല്ല് കൊണ്ടു കൊടുത്തിട്ട് വരാം. തുളസി കുഞ്ഞെ പുല്ല്. നല്ല കടുപ്പത്തിലൊരു ചായ തന്നെ. എടി, കടുപ്പത്തിൽ ചായ ചീത്തയാ, വിശപ്പ് കെടും. കടുപ്പത്തിലാ ഇഷ്ടം. ആർക്ക്? അത് ഒരാളിന്. ഇത് നിനക്ക്. എനിക്കൊന്നും വേണ്ട. വല്ലവരും കുടിച്ചതിന്റെ ബാക്കി. ഞാൻ വല്ലവരുമാണോ? അല്ലാതെ നിന്റെ സ്വന്തം. പിന്നെ സ്വന്തം. എന്താ പെണ്ണെ, പിടിച്ചില്ലേ? വീട്ടിലേക്ക് വരുമോ? എന്തിന്? വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കാൻ. അയ്യോ, ഞാനില്ല. നിന്റെ അച്ഛനെങ്ങാനും കണ്ടാൽ അത് മതി. അച്ഛനവിടെ ഇല്ല, വൈകുന്നേരത്തെ വരൂ. എന്നാൽ അത് നേരത്തെ പറയണ്ടേ? വാ. ഇവനൊക്കെ കൂവാൻ കണ്ടൊരു സമയം. ഞാൻ വരട്ടെ. നീ എവിടെയാ മോളെ പോയത്? ഈ വീടും പൂട്ടിട്ടുണ്ട്. അച്ഛൻ എവിടെയാ പോകുന്നു? വൈകിട്ടേ വരൂ എന്നും പറഞ്ഞില്ലേ പോയത്? പിന്നെന്തിനാ ഇപ്പൊ വന്നേ? ആഹാ, അത് കൊള്ളാം. വൈകിട്ടേ വരൂ എന്ന് പറഞ്ഞത് കൊണ്ട് എനിക്ക് നേരത്തെ വന്നൂടെ? എന്താ മോളെ, രാജപ്പനോട് ഇങ്ങോട്ടെങ്ങാനും വരാൻ പറഞ്ഞോ? രാജപ്പനോ? എന്തിനാ? ഞാൻ എന്തിനാ പറയുന്നേ? ആ, അത് ശരിയാ. എന്റെ മോൾ എന്തിനാ പറയുന്നേ? എന്റെ മോൾക്ക് രാജപ്പൻ എന്ന് പറയുന്ന ഒരാളിനെ അറിയും കൂടിയില്ല. പോച്ചാ. ഒരേറ്റ് ബീഡി ഇടേ. തരാനുള്ള കാശിങ്ങിതാ, എന്നിട്ട് ബീഡി തരാം. നീ ബീഡി തരില്ലല്ലടാ? ദാമുണ്ണ നാളെ ജയിലിൽ നിന്ന് വരുന്നുണ്ടടാ, കാണിച്ചു തരാം. ഇത് കണ്ടാ ചിച്ചിക്കളയും. ബീഡി തരും. ഞാൻ ഇന്നും ഓർക്കുന്നു, ഒറ്റ കുത്തേ കുത്തിയുള്ളൂ. ഇരട്ടച്ചക്ക മമ്മു താഴെ. അല്ലേലും കാണാമോ, പണ്ടേ രണ്ടും കൽപ്പിച്ചവനാ. ജയിലിൽ നിന്ന് വിട്ടു. രാവിലെ കടവത്ത് വെച്ച് കണ്ടെന്ന് എന്റെ മോൻ പറഞ്ഞു. ഇനി ഇങ്ങോട്ട് വന്നാൽ എന്തൊക്കെയാണാവോ നടക്കാൻ പോണേ. ശങ്കര, നീ അന്ന് സാക്ഷി പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആ ദാമു രക്ഷപ്പെട്ടു പോയാനെ. പോലീസ് കൊണ്ടുപോകുമ്പോഴും നിന്നെ തുലച്ചു കളയെന്ന് പറഞ്ഞാ പോയത്. എന്നെ ഒരു പുല്ലും ചെയ്യത്തില്ല. എന്റെ മേത്തും ചോര തന്നെ ഓടണം. നീ പോടേ. അയ്യോ, കാളദാമു. അതേടാ,
ദാമുവിനെതിരായി നീ സാക്ഷി പറയും. അല്ലടാ പട്ടി. ചീച്ചട്ടാ. വാടാ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. താമസ സൗകര്യം വല്ലതും ആയോ? തൽക്കാലം ഇവിടെ താമസിക്കുന്നു, സർക്കാർ ചിലവിൽ. തവള, ല, ല, ലി, ലി, ലം, ലാം. സാറേ, ഈ ബിന്ദു കരയുന്നു. ബിന്ദു ഇവിടെ വരൂ. എന്തിനാ ബിന്ദു കരയുന്നത്? രാഘവ എപ്പോഴും എന്നെ കളിയാക്കുന്നു. ഞാൻ അച്ഛനില്ലാതെ ഉണ്ടായതാണെന്ന്. രാഘവൻ ഇവിടെ വരൂ. എടാ, നീ ഇവിടെ വരുന്നത് പഠിക്കാനോ അതോ അച്ഛനെ അന്വേഷിക്കാനോ? ആ കുട്ടിക്ക് അച്ഛനില്ലാത്തോണ്ട് പറഞ്ഞതാ. നിന്നോട് ആര് പറഞ്ഞതൊക്കെ അന്വേഷിക്കാൻ? നീ ഇങ്ങനെ കിടങ്ങും. പിന്നെ അങ്ങനെ അങ്ങനെ വിട്ടാ അവിടെ പോയിരിക്കേ. സാർ ആ കുട്ടിയെ അടിക്കണ്ടായിരുന്നു. അവൻ പറഞ്ഞ തെറ്റൊന്നുമില്ല. തന്നെയുമല്ല, അവന്റെ അച്ഛൻ വണ്ടിക്കാരൻ ദാമോദരൻ ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ചട്ടമ്പിയാ. ഇരട്ടച്ചങ്ക മമ്മൂനെ ഒറ്റ കുത്തിന് കൊന്നവനാ. സാറേ, സംഗതി ആകെ കുഴപ്പത്തിലായി. സാർ എന്തിനാ ആ കാളറാമ്പുവിന്റെ മകനെ തല്ലിയത്? തല്ലിയത് കാര്യമുണ്ടായിട്ട് അതിനിപ്പോഴെന്താ? സാറിനെ തിരക്കി അവന്മാർ സ്കൂളിൽ വന്നിരുന്നു. സാറേ, അവന്മാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. ആരാടാ ഇവിടെ ഈ തല്ലുകാരൻ വാദ്യാര്? താനാണോ? അപ്പോഴേ വാദ്യാരെ, താൻ ഇതേവരെ തല്ലു കൊടുത്തിട്ടല്ലേ ഉള്ളൂ, കൊണ്ടിട്ടില്ലല്ലോ? ഇതുവരെ കൊള്ളേണ്ടി വന്നിട്ടില്ല. പിന്നെ വേണ്ടി വന്നാൽ കൊള്ളണമല്ലോ. ഓഹോ, അപ്പൊ താൻ രണ്ടും കൽപ്പിച്ചു വന്നിരിക്കുകയാണല്ലേ? ആ, എന്ന് പറയാം. അപ്പോഴേ താനൊന്ന് എണീറ്റേ, നമുക്കൊന്ന് ശരിക്ക് പരിചയപ്പെടാം. അതിനെന്താ, പരിചയപ്പെടാമല്ലോ. അയ്യോ വേണ്ട സാർ, ഉണ്ടിട്ട് എഴുന്നേറ്റാ മതി. ഇനി അവനതി ഉണ്ണേണ്ടി വരില്ലടി. താൻ എന്റെ കൊച്ചിനെ തല്ലും അല്ലേ? തെറ്റ് ചെയ്താൽ ആരുടെ കുട്ടിയെന്നില്ലല്ലോ. അപ്പൊ ആരുടെ കുട്ടിയായാലും നീ തല്ലും അല്ല പട്ടി? സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യണം? നിനക്ക് തല്ലാനല്ല അവനെ ഞാൻ വളർത്തുന്നത്. അവനെ ചോറ് കൊടുക്കുന്നത് ഞാനാ, നിന്റെ തന്തയല്ല. പിന്നെ ഞാനൊരു അധ്യാപകനാണെന്ന് കരുതി എന്റെ കൈമടക്കി പാക്കറ്റിലിട്ടിരിക്കുകയാണെന്ന് കരുതരുത്. നീ എന്താ പേടിപ്പിക്കുന്നു?
ദാമോണ്ണ, നമുക്ക് പോവാം. നമുക്ക് അവനോട് പിന്നെ പകരം ചോദിക്കാം. എന്റെ കത്തി കണ്ടില്ല, അല്ലെങ്കിൽ ഞാൻ അവനെ കീഴ്ച്ചേനെ. അയ്യോ, എന്റെ കത്തി. എടോ അധ്യാരെ, നീ കരുതിയിരുന്നു നീ കാളദാമുനെ നോവിച്ചുവിട്ട. അല്ലെങ്കിൽ ഇയാളങ്ങ് മൂക്കി വലിച്ചു കയറ്റിക്കളെ. ഒന്ന് പോടാ അവിടെ. പോടാ. ഞാൻ അക്കരെയായിരുന്നു. അറിഞ്ഞ ഉടനെ വന്നു. സാറിനൊന്നും പറ്റിയില്ലല്ലോ. ഓ, സാരമില്ല.